മഹീന്ദ്ര ട്രിയോ പ്ലസ്. തുടക്കത്തിൽ മടിച്ചു നിന്ന ഇലക്ട്രിക് ഓട്ടോ സെഗ്മെന്റ് ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. എടുത്താൽ പ്രശ്നമാകുമോ എന്ന് പേടിച്ചു നിന്നവർ സംതൃപ്തിയോടെ ഇത് കൊള്ളാം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഓട്ടോയുടെ ഭാവി സുരക്ഷിതമെന്ന് ഉറപ്പാക്കുന്നു. മഹീന്ദ്രയും പിയാജിയോയും ഹൈക്കണും മോൺട്രയും ബജാജുമെല്ലാം ഈ ഓട്ടോയുമായി സ്റ്റാൻഡിലുണ്ട്. ട്രിയോ എന്ന മോഡലുമായാണ് മഹീന്ദ്ര കളത്തിലെത്തിയത്. തൊട്ടു പിന്നാലെ ഇതാ പരിഷ്കരിച്ച പതിപ്പ് ട്രിയോ പ്ലസും വിപണിയിലെത്തിയിരിക്കുന്നു. വിശദമായി നമുക്കൊന്ന് കാണാം. മറ്റ് ഓട്ടോകളിൽ നിന്ന് ട്രിയോ പ്ലസിനെ വേറിട്ട് നിർത്തുന്നത് ഒതുക്കം തന്നെയാണ്. വളരെ ഇടുങ്ങിയ വഴികളിലൂടെ അനായാസം കൊണ്ടുപോകാവുന്ന വലിപ്പമേ ഉള്ളൂ ട്രിയോ പ്ലസിന്. വീതി കുറവെങ്കിലും 3 പേർക്ക് ഇരിക്കാവുന്ന ഇടമുണ്ട് പിൻസീറ്റിൽ. SMC മോഡുലാർ പാനൽ ഉപയോഗിച്ചാണ് ബോഡി പാനലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ബോഡി പാർട്ടുകൾ തുരുമ്പെടുക്കുമെന്ന പേടി വേണ്ട. ട്യൂബ് ഫ്രെയിമാണ് ചട്ടക്കൂട്. സോഫ്റ്റ് ടോപ്പും ഹാർഡ് ടോപ്പും ഉണ്ട്. സോഫ്റ്റ് ടോപ്പ് വേരിയൻ്റാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. പുറം കാഴ്ചയിലെ ക്യൂട്ട്നെസ് ആണ് ട്രിയോ പ്ലസിൻ്റെ ഡിസൈനിലെ സവിശേഷത. ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. ബാറ്ററി ചാർജും റേഞ്ചും വാഹനത്തിൻ്റെ വേഗവുമെല്ലാം ഇതിലറിയാം. 12 വോൾട്ട് പവർ സോക്കറ്റും നൽകിയിട്ടുണ്ട്. ട്രിയോ പ്ലസ് എടുത്താൽ ഒരു വർഷം 1.2 ലക്ഷം രൂപ ലാഭിക്കാം എന്നാണ് മഹീന്ദ്രയുടെ കണക്ക്. നിലവിലെ ഇന്ധനവില വെച്ച് 175 കിലോമീറ്റർ ഒരു ദിവസം ഓടുന്ന CNG ഓട്ടോയുമായി താരതമ്യം ചെയ്താണ് ഈ കണക്ക് പറയുന്നത്. 5 വർഷം അല്ലെങ്കിൽ 1,20,000 കിലോമീറ്ററാണ് ട്രിയോ പ്ലസിന് മഹീന്ദ്ര നൽകുന്ന വാറണ്ടി. 3 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറണ്ടിയും 2 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ എക്സ്റ്റൻഡ് വാറണ്ടിയും കൂട്ടിയാണിത്. എക്സ്റ്റൻഡ് വാറണ്ടിക്ക് 10,000 രൂപയാകും. 10.24 kWh കപ്പാസിറ്റിയുള്ള 48 വോൾട്ടിൻ്റെ ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഫുൾ ചാർജിൽ 150 കിലോമീറ്ററാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഇന്ധനക്ഷമത. സാധാരണ ഡ്രൈവിംഗ് സാഹചര്യത്തിൽ കിട്ടുന്ന റേഞ്ചാണിത്. ARAI സർട്ടിഫൈഡ് ചെയ്ത റേഞ്ച് 167 കിലോമീറ്ററാണ്. 4 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ബാറ്ററി ഫുൾ ചാർജ് ആകും. 16 ആംപിയർ പവർ പ്ലഗ് വഴി ചാർജ് ചെയ്യാം. ഒരു ഫുൾ ചാർജിന് യൂണിറ്റിന് 4 രൂപ ചാർജ് വെച്ച് നോക്കിയാൽ 50 രൂപയിൽ താഴെ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. കാഴ്ചയിൽ ചെറിയ വാഹനമായതുകൊണ്ട് വലിയ വേഗവും കരുത്തുമൊന്നും കാണില്ല എന്ന് കരുതിയാൽ തെറ്റി. നല്ല കരുത്തുണ്ട് ട്രിയോ പ്ലസിന്. 8 കിലോവാട്ടാണ് മോട്ടറിൻ്റെ കൂടിയ കരുത്ത്. ടോർക്ക് 42 Nm. 55 കിലോമീറ്ററാണ് കൂടിയ വേഗം. ബൂസ്റ്റ്, ഇക്കോ എന്നിങ്ങനെ 2 ഡ്രൈവ് മോഡുകളുണ്ട്. സിറ്റിയിലെ തിരക്കിൽ ഇക്കോ മോഡ് ധാരാളം. കയറ്റത്തും മറ്റും ബൂസ്റ്റ് മോഡ് ഉപയോഗിച്ചാൽ മടുപ്പിക്കാതെ കയറിപ്പോകും ട്രിയോ പ്ലസ്. ഒതുക്കമുള്ളതുകൊണ്ട് ചെറിയ വഴികളിലൂടെ ഈസിയായി കൊണ്ടുപോകാം. തിരിക്കാനും വളയ്ക്കാനുമൊക്കെ അധികം ഇടവും വേണ്ട. 2.9 മീറ്ററേ ഉള്ളൂ ടേണിംഗ് റേഡിയസ്. ഓടിക്കാൻ വളരെ എളുപ്പമാണ് ട്രിയോ പ്ലസ്. ഫോർവേഡ്, ന്യൂട്രൽ, റിവേഴ്സ് എന്നിവ ഹാൻഡിലെ ചെറിയ സ്വിച്ച് വഴി സെലക്ട് ചെയ്യാം. ആക്സിലറേറ്റർ കൊടുത്താൽ ചെറിയ മൂളലോടെ ട്രിയോ പ്ലസ് കുതിക്കും. ചെറിയ ഓട്ടോയല്ലേ, കയറ്റത്ത് മടുപ്പായിരിക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ട്രിയോ പ്ലസ് ആ ധാരണ മാറ്റിമറിച്ചു. നാട്ടിൻപുറത്തെ വഴികളിലെ കയറ്റങ്ങളും ഇറക്കവും കുണ്ടും കുഴിയും ഇത് അനായാസം തരണം ചെയ്യും. 12.45 ഡിഗ്രിയാണ് ഗ്രേഡബിലിറ്റി. 701 കിലോഗ്രാമാണ് വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ്. 12 ഇഞ്ച് വീലുകളാണ്. 3.76 ലക്ഷമാണ് ഓൺ റോഡ് വില. കേന്ദ്ര സർക്കാരിൻ്റെ 74,000 രൂപ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള വിലയാണിത്. കേരള സർക്കാരിൻ്റെ വക 30,000 രൂപ അക്കൗണ്ടിൽ ലഭിക്കുകയാണ് ചെയ്യുന്നത്. RC ബുക്ക് കിട്ടിയതിനു ശേഷം അക്ഷയ വഴി കസ്റ്റമർ തന്നെ ഇത് അപേക്ഷിക്കണം. ആദ്യത്തെ 3 സർവീസിന് ലേബർ ചാർജ് ഫ്രീ ആണ്. ഫസ്റ്റ് സർവീസ് 2,000 കിലോമീറ്റർ. ഡിഫറൻഷ്യൽ ഓയിൽ മാത്രം മാറിയാൽ മതി. അതിനുശേഷം എല്ലാ 10,000 കിലോമീറ്ററിലുമാണ് സർവീസ്. 750-800 രൂപ റേഞ്ചിലെ ഇതിനും ചാർജ് വരുന്നുള്ളൂ. 1,300 രൂപ അടച്ചാൽ 45 കിലോമീറ്റർ ചുറ്റളവിൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് മഹീന്ദ്ര ട്രിയോ പ്ലസിന് നൽകുന്നുണ്ട്. 24 മണിക്കൂറും ഈ സേവനം ലഭ്യമാണ്. കൂടുതൽ കരുത്തും റേഞ്ചുമാണ് ട്രിയോ പ്ലസിൻ്റെ സവിശേഷത. കുറഞ്ഞ പരിപാലന ചെലവും എടുത്തു പറയാം. ഒരു വർഷം 1 ലക്ഷത്തിനടുത്ത് ലാഭിക്കാം എന്ന് പറയുന്നത് തന്നെയാണ് ട്രിയോ പ്ലസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്.